നായരുടെ സ്ഥാനാർത്ഥി, ഇടവൻ്റെ സ്ഥാനാർത്ഥി, മർത്തോമ സ്ഥാനാർത്ഥി, ലത്തീൻ കത്തോലിക്ക സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളില്ല. ഇതാണ് ഇവിടെ UDF ജയിച്ചാലുള്ള ഒരു വലിയ ദുരന്തം. മുതിർന്ന നേതാക്കളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ഇന്നാൾ മേയറാകട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അതവർ ചെയ്യുകയില്ല. ഓരോരുത്തർക്കും പല പല താല്പര്യങ്ങളാണുള്ളത്. സമുദായം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അവർ മഹിളാ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ വെറും സാധാ കോൺഗ്രസ്സിലോ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സിലോ പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരിന്ന് പറയാമെന്ന് മാത്രമാണ്. പണമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏക യോഗ്യത. പക്ഷേ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്, കോൺഗ്രസ്സിലെ A ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം പിടിച്ചപ്പോൾ തന്നെ എനിക്കും എന്നെപ്പോലുള്ളവർക്കും ഒരു കാര്യം ഉറപ്പായിരുന്നു: ഒരു മേയറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒട്ടും തന്നെ എളുപ്പമല്ല എന്ന കാര്യം. കോൺഗ്രസ്സിന് ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷമുണ്ട്. UDF എന്ന് പറയുന്ന പേരിന് മാത്രമേ ഉള്ളൂ. മുസ്ലിം ലീഗിന് 3 മെമ്പർമാർ, നമ്മുടെ കേരള കോൺഗ്രസ്സിന് 1 മെമ്പർ, പിന്നെ ഒരു സ്വതന്ത്ര മെമ്പർ. ഇത്രയും പേരുള്ളൂ. ബാക്കിയെല്ലാം കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സിൽ A ഗ്രൂപ്പും I ഗ്രൂപ്പും കൂടി അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഒരു മേയറെ തീരുമാനിക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ഇന്നാൾ മേയറാകട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അതവർ ചെയ്യുകയില്ല. ഓരോരുത്തർക്കും പല പല താല്പര്യങ്ങളാണുള്ളത്. A ഗ്രൂപ്പുകാർക്ക് അവരുടെ താല്പര്യമുണ്ട്, I ഗ്രൂപ്പുകാർക്ക് അവരുടെ താല്പര്യമുണ്ട്, KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ചില മത സാമുദായിക സംഘടനകളുടെ ചരട് വലികളുമുണ്ട്. മേയർ ക്രിസ്ത്യാനിയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ ഹിന്ദു ആയിരിക്കണം, അല്ലെങ്കിൽ മേയർ ഹിന്ദു ആണെങ്കിൽ ഡെപ്യൂട്ടി മേയർ ഒരു അഹിന്ദു ആയിരിക്കണം എന്നൊക്കെ ചില അലിഖിത നിയമങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ പണ്ടുതൊട്ടേ ഉണ്ട്. ഇപ്പോൾ CPMന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമോ അല്ലെങ്കിൽ LDFന് തികഞ്ഞ ഭൂരിപക്ഷമോ ഇല്ലാഞ്ഞിട്ടും M അനിൽകുമാർ മേയറായിട്ട് വന്നപ്പോൾ ഡെപ്യൂട്ടി മേയറായിട്ട് ആൻസിയ എന്ന് പറഞ്ഞ CPIയിലെ ഒരു മെമ്പർക്കാണ് അവസരം കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള ചില സമവാക്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോണി ചമ്മണി മേയറായി കഴിഞ്ഞപ്പോൾ ഇവിടെ B ഭദ്ര എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കോർപ്പറേഷനിലേക്ക് ജയിച്ച ഒരു സ്ത്രീയാണ് മഹാകവി ശങ്കർകുറുപ്പിൻ്റെ മകളുടെ മകൾ എന്ന പരിഗണന വെച്ച് ഡെപ്യൂട്ടി മേയറാക്കിയത്. സൗമിനി ജെയിൻ മേയറായി കഴിഞ്ഞപ്പോൾ ഇതേ സാമുദായിക പരിഗണന വെച്ച് തന്നെയാണ് TJ വിനോദിനെ ഡെപ്യൂട്ടി മേയറാക്കിയത്. അപ്പോൾ സമുദായം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇത്തവണയും അതുപോലെ സമുദായത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന വനിതകൾ 3 പേരും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ക്രിസ്തു മതത്തിൽ ജനിച്ചവരാണ്. പക്ഷേ 3 പേർക്കും അവരവരുടേതായിട്ടുള്ള ചില പരിമിതികളുമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മിനിമോളാണ്. മിനിമോൾ ഈഴവ സമുദായത്തിൽ ജനിച്ചാണ്. അവർ SNDP ശാഖയിൽ അംഗമാണ്. അതിൻ്റെ അംഗത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കടലാസുകളൊക്കെ അവരുടെ വിരോധികൾ, അവർ മേയറാകാതിരിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് വഴിക്ക് ഫേസ്ബുക്ക് വഴിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗതി വശാൽ ലത്തീൻ കത്തോലിക്കിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഇവർ ലത്തീൻ കത്തോലിക്ക ആയി മാറിയതാണ്. അവരുടെ ശരിക്കുള്ള ജാതി ഈഴവ സമുദായമാണെന്നും ഇവർ ആത്മാർത്ഥമായിട്ടും ഹിന്ദുവാണെന്നും ഇപ്പോഴും SNDPയിൽ അംഗമായിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇവർ വരാപ്പുഴ അതിരൂപതയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ്. കൊച്ചി രൂപതയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അതിനേക്കാളും വിചിത്രമാണ്. അവർ സുറിയാനി ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് സംഗതി വശാൽ ലത്തീൻ കത്തോലിക്കിനെ കല്യാണം കഴിച്ച് ലത്തീൻ കത്തോലിക്ക ആയി മാറിയ ഒരു സ്ത്രീയാണ്. അവരുടെ പേര് ഷൈനി മാത്യു എന്നാണ്. പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ വെച്ച് ഇവർക്ക് വലിയൊരു മേന്മയുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട്. അവരുടെ ഭർത്താവ് മഹാസമ്പന്നനാണ്. ആ സമ്പത്ത് കൊണ്ട് 10 കൊല്ലം മുമ്പ് ഇതേ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചാണ്. പക്ഷേ അന്ന് VM സുധീരനായിരുന്നു KPCC പ്രസിഡന്റ് എന്നുള്ളതുകൊണ്ട് അത് വഴുതിപ്പോയി. അടുത്ത തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ തോറ്റുപോയി. അവർ ആ ചുള്ളിക്കൽ ഭാഗത്താണ് മത്സരിച്ചത്, തോറ്റുപോയി. ആ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ അവർ ഭർത്താവിൻ്റെ കൂടെ വിദേശത്തേക്ക് പോയി. പിന്നെ ഇത്തവണ നോമിനേഷൻ കൊടുക്കാനാണ് വന്നത്. അവർ മഹിളാ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ വെറും സാധാ കോൺഗ്രസ്സിലോ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സിലോ പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരിന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പണമുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏക യോഗ്യത. പക്ഷേ സമുദായത്തിൻ്റെ പിന്തുണയുണ്ട്, കോൺഗ്രസ്സിലെ A ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ട്. A ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവ് ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ ആത്മാർത്ഥ പിന്തുണയുണ്ട്. കൊച്ചി മേയറാകാൻ അതൊക്കെ മതി. അല്ലാണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച പാരമ്പര്യമോ ഒന്നും ആവശ്യമില്ല. പാർട്ടിയുടെ സമുന്നത നേതാവ് എന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസാണ്. അവരുടെ കാര്യം അതിനേക്കാൾ കഷ്ടമാണ്. മറ്റു 2 പേർക്ക് ലത്തീൻ കത്തോലിക്ക എന്ന ലേബലെങ്കിലും ഉണ്ട്. ഇവർക്ക് അതുപോലുമില്ല.
അവർക്ക് ലത്തീൻ സമുദായവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർ മാർത്തോമ സഭയിലാണ് ജനിച്ചത്. പിന്നെ ഒരു ഹിന്ദു യുവാവിനെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ പല പരിമിതികളും ഉള്ള ഒരാളാണ്. അവർ ഏത് സമുദായത്തിലാണ് എന്ന് അവർക്ക് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ളൂ. പക്ഷേ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിൻ്റെ പിന്തുണ അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 വനിതകൾ തമ്മിൽ മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കോൺഗ്രസ്സിൽ ഇനിയിപ്പോൾ മേയർ ക്രിസ്ത്യനായിരിക്കും എന്നുള്ളതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഹിന്ദുക്കൾ തമ്മിൽ ഗുസ്തിയാണ്. നായർ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് KVP കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു കരയോഗം നായരാണ്. അദ്ദേഹം എറണാകുളം കരയോഗത്തിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കരയോഗം ഇരിക്കുന്ന ഭാഗത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്, ജയിക്കുന്നത്. അതുപോലെ തന്നെ ഇഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദീപക് ജോയ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം മുമ്പ് കൗൺസിലറായിരുന്ന PN പ്രസന്നകുമാറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനോ അനുജൻ്റെ മകനോ മറ്റുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വൈപ്പിൻ മണ്ഡലത്തിൽ മത്സരിച്ച് KN ഉണ്ണികൃഷ്ണനോട് തോറ്റ ആളുമാണ്. അതിലുപരി നമ്മുടെ സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ അനുജൻ വിനോദ് വിശ്വ ഉണ്ടായിരുന്നു. വിനോദ് വിശ്വത്തിൻ്റെ മകൾ അമ്മുവിൻ്റെ ഭർത്താവും കൂടിയാണ്. അപ്പോൾ ദീപക് ജോയിയാണ് ഈഴവ സമുദായത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇങ്ങനെ നായരുടെ സ്ഥാനാർത്ഥി, ഈഴവൻ്റെ സ്ഥാനാർത്ഥി, മാർത്തോമ സ്ഥാനാർത്ഥി, ലത്തീൻ കത്തോലിക്ക സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളില്ല. ഇതാണ് ഇവിടെ UDF ജയിച്ചാലുള്ള ഒരു വലിയ ദുരന്തം. ഇതിനേക്കാളും വലിയൊരു തമാശയുണ്ട്. അത് മുസ്ലിം ലീഗ് 3 കൗൺസിലർമാരുള്ള മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം അനുസരിച്ചിട്ടാണെങ്കിൽ അവർ മേയർ സ്ഥാനം തന്നെ ചോദിക്കേണ്ടതാണ്. പക്ഷേ അവർ ഇത്തവണ മഹാമനസ്കത കാണിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ മതി. മേയർ സ്ഥാനം വേണമെങ്കിൽ ചോദിക്കാം. 2 വനിതകൾ ലീഗിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളത് TK അഷ്റഫ് എന്ന് പറഞ്ഞൊരു കൗൺസിലറാണ്. ഇദ്ദേഹം ഒരു ലീഗുകാരനാണ്. മട്ടാഞ്ചേരിയിൽ നിന്ന് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ഒരു ലീഗിൻ്റെ കൗൺസിലറായിരുന്നു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടി സീറ്റ് നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം റിബലായിട്ട് മത്സരിച്ചു, ജയിച്ചപ്പോൾ അദ്ദേഹം UDFൽ നിന്ന ഫലമില്ലാന്ന് തോന്നിയിട്ട് LDFൻ്റെ കൂടെ കൂടി. 5 കൊല്ലം LDFൻ്റെ കൂടെ നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനടക്കം അവിടെ നിന്ന് കിട്ടാവുന്ന അത്രയും വാങ്ങിയെടുത്ത ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും കോണി അടയാളത്തിൽ ഇവിടെ ഈ ദേശാഭിമാനിയുടെ അപ്പുറത്ത് പാറയപ്പറമ്പ് എന്ന് പറഞ്ഞ ഡിവിഷനിൽ കലൂർ നോർത്ത് എന്നുള്ള ഡിവിഷൻ്റെ പേര് അവിടെ വന്ന് മത്സരിച്ചു, ജയിച്ചു. മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ക്ലെയിം വെച്ചിരിക്കുകയാണ്. ഇതിലാർക്ക് കിട്ടും ആർക്ക് കിട്ടില്ല എന്നെനിക്കറിയില്ല. ടേം വയ്ക്കുമോ? 2 കൊല്ലം ആൾക്ക്, 2 കൊല്ലം ഇന്നയാൾക്ക്, 1 കൊല്ലം മറ്റേ ആൾക്ക് എന്നായിരിക്കും. മേയർ സ്ഥാനത്തേക്ക് 2.5 കൊല്ലമായിരിക്കും. അതോ ഇനി പുറമേ നിന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥി പാരച്യൂട്ട് വഴി വന്ന് ഇറങ്ങുമോ? നമുക്കറിയില്ല. UDFന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ ഇങ്ങനെ ചില തമാശകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി സമാധാനിക്കല്ലാതെ വേറെ യാതൊരു മാർഗവും ഞാൻ നോക്കിയിട്ട് കാണാനില്ല.